കള്ളനും പോലീസ്. ബ്ലഡി. ചമ്മി. നാറി. ബ്ലഡി. നിബ്രസ് രാജാവാ അല്ലേ? പിന്നെ എന്നും ഞാൻ രാജാവ്. തോഴി. ബസ് ഒന്നും മിണ്ടാതിരിക്കണേ അല്ലേ? ഈ നിഹാലിന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഇവിടെയോ ആരെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ കമന്റ്സ് വായിച്ചപ്പോഴാണ് മനസ്സിലായി ലോലനെ പോലെ തന്നെ. ആ ഇന്റർവ്യൂല് അങ്ങനെ സംസാരിച്ചപ്പോ തോന്നിയത് ഞാൻ മനസ്സിൽ മറ്റേ ഭയങ്കര പൃഥ്വിരാജിനെ പോലെ പുറത്ത് ലോലനായി പോന്നെ. രണ്ടുപേര് നടന്നു വരുവാണെങ്കിൽ ബ്രോ വീഡിയോ ചെയ്യുന്നില്ലേ ഇങ്ങനെ പറയും, സൂപ്പർ വീഡിയോ കേട്ടോ അടിപൊളിയാന്ന് പറയും. അവിടം വരെ ഓക്കെ നമ്മൾ സന്തോഷം. പെട്ടെന്ന് ഇപ്പുറത്തിരിക്കുന്നത് നിനക്കറിഞ്ഞൂടെ ഉണ്ടവൻ. എന്നിട്ട് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോഴും ഇങ്ങനെ നിന്നിട്ട് മറ്റേ പഞ്ചായത്ത് മെമ്പറിന്റെ ഒരു വീഡിയോ ഉണ്ട്. എന്റെ വാപ്പ അവിടുത്തെ കൗൺസിലറാണ്. അപ്പൊ പുള്ളിയെ നോക്കിക്കൊണ്ടിറങ്ങിയ വീഡിയോ. അത് കണ്ടിട്ട് എന്ത് പറയും? പുള്ളി മറ്റേ വരുമാന മാർഗമല്ലേ നടക്കട്ടെ. ഓ അത് പോയത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി അവള് പോയത് നന്നായി. പോയി ശരിക്കും രണ്ടുപേരും കണക്കില് സീരിയസ് രണ്ട്. അതായത് രണ്ട് കാര്യങ്ങൾ പറയണം, അതിൽ ഒരെണ്ണം സത്യമായിരിക്കണം, ഒരെണ്ണം നുണയായിരിക്കണം. രണ്ട് കള്ളം പറഞ്ഞു. സത്യം പറ. ചുമ്മാ പറയാ. അപ്പൊ പണം പോശോ. സിനിമയിൽ അഭിനയിക്കാൻ ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കാനഡ വരെ പോയ ഒരാളും കൂട്ടുകാരാണ് നമ്മുടെ കൂടെ ഇന്നുള്ളത്. ലെറ്റ്സ് വെൽക്കം നിഹാൽ, അമീൻ, ഷഹബാസ് ആൻഡ് നിബ്രാസ്. അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ സിനിമയായാലും കോണ്ടന്റ് ക്രിയേഷൻ എല്ലാം ഈ തുടങ്ങിയത് കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നാണല്ലോ. ആരുടെ ഐഡിയ ആയിരുന്നു കോണ്ടന്റ് ക്രിയേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്? നിങ്ങൾ രണ്ടുപേരുടെ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരായിരുന്നു ചെറുപ്പം തൊട്ടേ ആ ഒരു പാഷനുള്ള രണ്ടുപേരല്ലേ? സിനിമയായിരുന്നോ ലക്ഷ്യം? അതെ, സീരിയസ് ആവാതെ സിനിമയായിരുന്നോ ലക്ഷ്യം? അത് ശരി, സിനിമയായിരുന്നു ലക്ഷ്യം. സിനിമയായിരുന്നു ആഗ്രഹം. ഈ കോണ്ടന്റ് നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം ഇങ്ങനെ കത്തണയാണോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ സെറ്റ് ആക്കണയാണോ? അല്ല, ഞാനും ഇവരും കൂടെ ഒരു പ്ലോട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് പിറ്റേന്ന് നമ്മൾ എല്ലാവരും കൂടെ ആ പ്ലോട്ട് വെച്ചൊരു ഡിസ്കഷൻ ഉണ്ട്. അങ്ങനെ സ്പോട്ടിൽ ഓരോ ഡയലോഗുകളൊക്കെ കിട്ടും. എന്നിട്ട് അത് അതുകൊണ്ടാണ് അത്ര റിലേറ്റബിൾ ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് തന്നെ എടുക്കുന്ന കാര്യങ്ങളായിരിക്കും എടുക്കുന്നത്. നിങ്ങളിത് ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയല്ലോ നിങ്ങൾ ഭയങ്കര എസ്റ്റാബ്ലിഷ്ഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട്. ഇപ്പം എനിക്ക് എപ്പോഴും നിങ്ങളുടെ റീൽ കാണുമ്പോൾ ഒരു ഡൗട്ട് വന്നിട്ടുള്ളത്, എന്ത് ഈ മൈക്ക് വാങ്ങാത്തെ? ഡബ്ബാടെ മൈക്ക് അതാ, മൈക്ക് എന്താ മേടിക്കാത്? ഇപ്പൊ എല്ലാരും മൈക്ക് വെച്ച് നിങ്ങളാണ് ഡബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ഇടാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഈ ഫില്ലിങ്സ് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പൊ നമ്മള് വീഡിയോക്കകത്ത് ആക്ട് ചെയ്യുമ്പോൾ ചെയ്യാത്ത കോമഡികൾ നമുക്ക് ഡബിൽ കുറച്ചുകൂടെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മനപ്പൂർവ്വം അപ്പൊ അങ്ങനെ തന്നെ നമ്മൾ യൂസ്ഡ് ആയി നല്ല രീതിയിൽ ഡബ് ചെയ്ത്. അതിപ്പോ മൂവിയിലൊക്കെ വന്നപ്പോൾ ചെറുതായിട്ട് ഗുണമായി, കാരണം ഡബ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ഞാൻ അതപ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ കോൺസ്റ്റന്റ്ലി ഒരു ആക്ടിങ് പ്രോസസ്സ് ത്രൂ ഔട്ട് നടക്കുന്നുണ്ടായിരുന്നു ഈ വർഷങ്ങൾ. ഇതുപോലെ ഡബും നടക്കുന്നുണ്ട് ഇതിനോടൊപ്പം. സിനിമയിലേക്ക് വന്നപ്പോൾ ഡബ് ഈസി ആയിരുന്നു പറഞ്ഞു. ആക്ടിങ്ങിൽ എങ്ങനെയാണ് ആ മെത്തേഡിൽ ഡിഫറൻസ് തോന്നി? അത് പ്രോസസ്സ് ഡിഫറെന്റ് ചെയ്യേണ്ടി വന്നു? ഇപ്പം നമ്മളെടുക്കുന്നത് നമ്മൾ തന്നെയാണല്ലോ, നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് ചെയ്യുന്ന പരിപാടിയാണല്ലോ. മൂവിയിലോട്ട് വന്നപ്പം കുറച്ചുകൂടെ ഇതുണ്ട്, അതായത് ഒരു ഡയറക്ടറിൻ്റെ ഐഡിയ ആണല്ലോ. അപ്പോൾ ആ ക്യാരക്ടർ എങ്ങനെ ഇതാക്കണം, ഇത്രയും പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞു തന്ന് ആ ഒരു രീതിയിൽ ചെയ്യുന്നു. മറ്റേന്ന് പറഞ്ഞാൽ നമുക്ക് വായി വരുന്നത് അടിക്കാം, കാരണം റീലാണല്ലോ. അപ്പൊ മൂവീസിൽ അത്രയും പറ്റൂല. അതിന്റെ ബുദ്ധിമുട്ടില്ല, അത് ക്യാരക്ടർ അത്ര ഡിമാൻഡ് ചെയ്യുന്നു. എളുപ്പമാണ്, കാരണം നമുക്ക് ഒന്നും ഇടണ്ടല്ലോ, അവര് പറയുന്ന. എല്ലാവരോടും ചോദിക്കാനുള്ളത്, നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ഈ കണ്ടന്റ് ക്രിയേഷൻ നമ്മുടെ സാധനം? കണ്ടന്റ് ക്രിയേഷൻ ഒരിക്കലും കണ്ടന്റ് ക്രിയേറ്റർ ആവണമെന്നോ ഒരു യൂട്യൂബർ ആവണമെന്നോ വിചാരിച്ചതേ അല്ല. സിനിമയിലോട്ട് എത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയത്. നമ്മളെല്ലാരും ഓഡീഷനൊക്കെ പോയി ചമ്മി വന്ന ആൾക്കാര്. അപ്പോൾ ആരും വിളിക്കുന്നൊന്നും ഇല്ല, കാരണം കാര്യമില്ല, അമ്മാരി പെർഫോമൻസ് കാണിച്ചു വെച്ചു. എന്നിട്ട് കണക്ക് കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ചെയ്തൊരു വർക്ക് ഇപ്പം ഡിജിറ്റൽ മീഡിയ അത്രയും വളർന്നല്ലോ. പണ്ട് മിമിക്രിയിൽ നിന്ന് ആൾക്കാർ സിനിമ വന്നെന്ന് പറയുന്ന കണക്ക് ഇപ്പം റീൽസ് കോണ്ടന്റ് ക്രിയേഷനിൽ നിന്ന് മൂവീസിലോട്ട് എത്തുന്നു. അപ്പം അങ്ങനെ ആൾക്കാർ ഇപ്പോൾ ഒരു ഡയറക്ടറോ ആരെങ്കിലും ഇതാ ഞങ്ങൾ ചെയ്ത വർക്കാന്ന് വേണ്ടി കാണിക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വ്യൂസായി.
ഫസ്റ്റ് ഇട്ട വീഡിയോ തന്നെ എന്തോ ഭാഗ്യത്തിന് ഒരു 1 മില്യൺ അടിച്ചു ഒരു ദിവസത്തിനുള്ളിൽ. ഭാഗ്യത്തിനല്ല, അത് അത്രയും നല്ലതായോണ്ടാണ്. ഞാൻ നോക്കിയപ്പോൾ ഇതാണെങ്കിൽ വ്യൂസ് കമന്റ്സ് ഇനിയും വീഡിയോ പോരട്ടെ അങ്ങനെ ഒരു ഇത് വന്നു. അങ്ങനെ അടുത്ത വീഡിയോ അടുത്ത ആഴ്ച ഇറക്കി. അപ്പൊ അത് വലുതായിട്ട് കയറിയില്ല. പിന്നെ അടുത്ത വീഡിയോ ഇറക്കി, എല്ലാ വീഡിയോയും കയറില്ല, ഷെയർ അനുസരിച്ചല്ലേ. അപ്പൊ അങ്ങനെ ഇറക്കി ലാസ്റ്റ് ഇവര് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആക്കി ഓഡിയൻസ്. അങ്ങനെ ഇതൊരു തൊഴിലാക്കി മാറ്റിയ ആൾക്കാരാണ് ഈ 4 പേര്. പക്ഷെ അതെന്തുകൊണ്ട് നന്നായി അല്ലേ? ഈ പറയണ പോലെ നിങ്ങളെല്ലാരും ശരിക്കും പഠിക്കുവാണോ അതോ പഠിച്ചു കഴിഞ്ഞു? കാര്യം ഇപ്പൊ അമീനൊക്കെ കാണുമ്പോ ഈ യോഗ്യത ബിഫോർ നമ്മള് അല്ല നിഹാല് ഡ്രോപ്പ് ഔട്ട് അല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ കുറച്ച് പേപ്പറുകൾ കിട്ടും. അതെ കുറച്ചോ കംപ്ലീറ്റ് ആക്കി ഇറങ്ങിയുള്ളൂ ഡിഗ്രി. അല്ല ഒരു വർഷം സംഭവം ഇവര് കോളേജിൽ കയറാൻ കുറച്ച് ഡിലേ ആയി. ഞാൻ നേരത്തെ കയറുകയും ചെയ്തു. ആ സമയത്താണ് ഞാൻ കാനഡയിൽ പോയത്. ഇനി നമുക്ക് അതിലോട്ട് എത്താൻ ചോദിച്ചു. കാനഡയിൽ പോയിട്ട് ഞാൻ അമ്മീനും കൂടെ അവിടെ SH കയറി. ഒരു വർഷത്തിന് ശേഷം ഞങ്ങൾ അപ്പോഴേ ആ കാനഡയിൽ പോകാനുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ കാനഡയിൽ പോകും, കുറച്ച് പൈസ ആയിട്ട് വരും, കഥ എഴുതി വെച്ചോ, പടം പിടിക്കണം. അങ്ങനെ അപ്പൊ ഞങ്ങളെല്ലാം സെറ്റായി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ യൂട്യൂബില് പറയല്ലോ വരൂ കാനഡ, മറ്റേ റീൽസ് മഞ്ഞില് ഇതൊക്കെ അത് കണ്ട് പോയതാ. അന്ന് എന്നെ വിളിച്ചെന്ന് തോന്നില്ല. എത്തിയപ്പോ ജർമ്മനി എയർപോർട്ടിൽ എത്തിയപ്പോ തന്നെ ഞാൻ വീണ്. അങ്ങനെ അവിടെ എത്തിയിട്ട് വിളിച്ചിട്ട് പറ്റുന്നില്ല കളിയാ, പറ്റിച്ച് ഇതിങ്ങനൊന്നും അല്ലടാ. സെയിം ഇത് മഞ്ഞില്ലെന്നേ ഉള്ളായിരുന്നു. അപ്പൊ നമ്മള് പറഞ്ഞു നീ വാടാ കേറി വാന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത് വാപ്പ ഇരിപ്പുണ്ടായിരുന്നു. പുള്ളി എന്നെ ഇങ്ങനെ ഒരു നോട്ടം, കേറി വരാ, നീ കേറി വരാനാ. അങ്ങനെ ഇവ ആരോടും പറയാ കേറി വന്നു. പിന്നെ ഒന്നും നോക്കാനില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞടാ ഇനി ഓഡീഷന് എല്ലാം ടാസ്കാ, നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങി ആൾക്കാരെ കാണിച്ച് ഡയറക്ടേഴ്സൊക്കെ കണ്ടു വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ആ മൈൻഡിൽ തുടങ്ങിയ പരിപാടിയാണ് ഇത്. 2 സെക്കൻഡ് ഇയർ വരെ കംപ്ലീറ്റ് ചെയ്തു. ഞങ്ങളവിടെ കൂടിയതിന് ശേഷം അങ്ങ് ഡ്രോപ്പ് ചെയ്തു. അതിന് മുമ്പ് പാസ്സായൊന്നുമില്ല, ചുമ്മാ അയ്യോ അവൻ്റെ ഇരുത്തണ്ട 2 വർഷം ഒരു പേപ്പറും ഇല്ല. ഒന്നും മിണ്ടാതിരിക്കണേ അല്ലേ? അല്ല നീ ഇതിലോട്ട് വന്ന കാര്യം പറഞ്ഞു. ഞാൻ എന്താ ഇവരെ രക്ഷിച്ച് ഫോൺ രക്ഷകനായിട്ട് വന്നു. ഭയങ്കര പങ്കുണ്ട്. കാരണം ഇവന്റെ മാത്രം ഐഫോൺ. അപ്പൊ ഐഫോൺ സംഭവം നമുക്ക് ഈ വീഡിയോ എടുക്കാനായിട്ട് ഫസ്റ്റ് പ്ലാൻ ചെയ്തപ്പോൾ കഥയെല്ലാം ഉണ്ട്, അഭിനയിക്കാൻ നമ്മളുണ്ടെന്ന് വിചാരം ഉണ്ടല്ലോ സ്വന്തമായിട്ട്. അപ്പൊ ഫോണില്ല എടുക്കാൻ. എന്റെ ഒരു 6000 രൂപ ഫോൺ, ഫോൺ എന്റെ 5000 അത് EMI. അപ്പൊ ഇതണക്ക് ഐഫോൺ ഉള്ള ആരുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ നമ്മളൊരു കൂട്ടുകാരൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ സജസ്റ്റ് ചെയ്തതാണ് ഞങ്ങൾക്ക് ഇദ്ദേഹം രാവിലെ സ്കൂട്ടറിൽ ഐഫോണായിട്ട് വന്ന് കാണിച്ച് നമ്മൾ നോക്കിയല്ല എല്ലാം പരിശോധിച്ചിട്ട് അപ്പോൾ ഒരു റോളിൻ്റെ കുറവുണ്ട്. റോൾ മീൻസ് ചെറിയൊരു വീഡിയോയിൽ ഒരാളുടെ ഇതുണ്ട്, ചെയ്യുന്നോന്ന് ചോദിച്ചു. ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ വന്ന് കൂട്ടത്തിലെ ഐഫോൺ ചങ്കായിട്ട് വന്ന കക്ഷി. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇത് വന്നേനെ ചിലപ്പം, കാരണം അത് നിമിത്തമാണ്. ഒരു മാറ്റിയിട്ടില്ല, ഇപ്പോഴും അത് തന്നെ. എക്സ്ക്ലൂസീവ്. ഒന്നും കാശില്ലാത്തോണ്ട് ഇല്ല, എന്തോ ഇഷ്ടമാണ് എനിക്ക്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു സിനിമയിലേക്ക് വന്നപ്പോഴത്തേന് ഇവരുടെ ഒരു ഇത് പറഞ്ഞു, ഒരു ആക്ടിങ് എക്സ്പീരിയൻസും ഡബിങ്ങും ഒക്കെ അവിടെ എങ്ങനെയാണ് യൂട്ടിലൈസ് ആയത്? അല്ല സെയിം പരിപാടി തന്നെ. അവിടെ ചെന്നപ്പോഴേക്കും ഫസ്റ്റ് ടേക്ക് പക്ഷേ രസിജു ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. അപ്പം സീനിയർ ആക്ടറിൻ്റെ കൂടെ ഡയലോഗ് ഉണ്ടായിരുന്നു. ഡയലോഗും ആക്ടിവിറ്റിയും എല്ലാം കൂടെ ചേർന്നൊരു സംഭവമായി പോയി. അപ്പം ആ സമയത്ത് നല്ല ടെൻഷൻ അടിച്ച് കയ്യിൽ ഗ്ലാസ്സൊക്കെ നിറച്ച് കുറേ ഒരു 5-6 ടേക്കൊക്കെ പോയി. പിന്നെ അതിനുശേഷം ആ സീനെ കട്ട് ചെയ്തുള്ളത്, പിന്നെ അത് റീടേക്ക് ചെയ്തു, വേറെ ഒരു ഷൂട്ട് ചെയ്തു. ഈ മൂവിയിൽ കോക്കാച്ചിനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ ആ ഡയലോഗിലുണ്ട് മൂവിയിൽ. ശരിക്കും നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെ പ്രേതങ്ങളുടെ അങ്ങനെ എന്തെങ്കിലും ഫ്ലാറ്റ് അനുഭവിച്ചോണ്ടിരിക്കും. നമ്മള് ഇങ്ങനെ അടുത്തൂടെ പോകുന്ന ഫീൽ ചെയ്യുമ്പോൾ സീരിയസ് ആയിട്ട് നടക്കുന്ന സംഭവം. ഇപ്പൊ നിങ്ങളുടെ ഫ്ലാറ്റില് എന്തുണ്ടായ ഡോർ വന്ന് മുട്ടിട്ട് പോയത്, ഫാൻസ് വന്ന് മുട്ടിട്ട് പോയത്? തുറന്നകത്ത് കയറും, കട്ടൻ വലിച്ചിടും, ഡോറ് തുറന്ന് സീരിയസ് ആയിട്ട് കട്ടൻ വലിച്ചിട്ട് ബാൽക്കണിയിൽ ഒരു കൈയൊക്കെ അടയ്ക്കും, വെള്ളക്കൈ. എന്നിട്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുവായിരുന്നു. നമ്മള് കുറ്റിയിട്ട ഡോറ്, നമ്മളിപ്പോ പോയി കുറ്റിയിട്ട ഡോറ് കുറച്ച് 5 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തുറന്നു നടക്കുന്നത് നമ്മളൊരു അംഗത്തെ പോലെ. മറ്റേ ജമീല. എനിക്ക്
എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ വീഡിയോസിൽ കൂടുതലും അച്ഛൻ വേഷം ചെയ്യുന്നുണ്ട് അമീനാണ് കൂടുതലും അച്ഛൻ വേഷം ചെയ്യണേന്ന് എനിക്ക് തോന്നി. നിങ്ങൾ എന്താണ് അമീനെ അച്ഛനായിട്ട് കാണുന്നുണ്ടോ? പ്രായം കൊണ്ട് ചെറുപ്പമാണെങ്കിലും ശരീരം ഈ ചർമ്മം കൊണ്ട് അതാരാ ഡിസൈഡ് ചെയ്യണ അച്ഛൻ റോൾ അമീൻ ചെയ്യണമെന്ന്? ഇല്ല, അങ്ങനല്ല, ഞാൻ ഇവനും ചെയ്യാറുണ്ട്. ആ ഉണ്ട്. പക്ഷെ ഇപ്പൊ അമീനെ കണ്ടൊരു അച്ഛൻ ലുക്ക് അല്ലേ? അതാ അങ്ങനെ കണ്ടത് ആൾക്ക് കൂട്ടത്തില്. അല്ല ഇപ്പൊ നമ്മളെ ഇരിക്കുന്നത് കൂട്ടത്തില് പ്രായം കുറവാണ്. കൂട്ടത്തില് 21 വയസ്സേ ഉള്ളൂ. അതെ, 21 വയസ്സുള്ളൂ. പൃഥ്വിരാജന്റെ പാദത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന പോലെ റോളിന് വേണ്ടി ഈ പറഞ്ഞ റോളിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, അടി കൂടാറുണ്ടോ? റോള് ഇത് ഞാൻ ചെയ്യും, എന്തിന് ഇവരൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലെന്ന് പറഞ്ഞിട്ട്. അയ്യോ ആണോ? ഞാൻ ഇല്ലെങ്കിൽ പോയി കിടന്ന് ഉറങ്ങുന്ന ടീം. കൊണ്ടേ വിളിച്ചാൽ മതി എന്നല്ലേ? അല്ല അങ്ങനെയല്ല, നമ്മള് കണ്ടന്റ് പ്ലാൻ ചെയ്യുമ്പോ തന്നെ ഇപ്പം നമ്മള് അച്ഛൻ ഇപ്പം പറഞ്ഞ കണക്ക് പുള്ളി ആ മെച്യൂരിറ്റി ഉണ്ടായത് അവന് കിടിലായിട്ട് ചെയ്യും. അപ്പൊ ഇപ്പൊ മകന്റെ അത് മറ്റേ കുറുമ്പൊക്കെ കാണിക്കുന്ന ഒരു മോൻ ഇതാണ്ട് ഇരിക്കുന്നവന്. അത് കണ്ടാലും കുറുമ്പൻ. അപ്പൊ അത് നമ്മള് പ്ലാൻ ചെയ്യുമ്പോ തന്നെ അത് മൈൻഡ് വരും. അപ്പൊ അതിനനുസരിച്ച് അതിലൊന്നും അങ്ങനെ അടിയൊന്നും കൂടാറില്ല. ഡയറക്ടർ ആരാ കൂട്ടത്തില്? ഡയറക്ഷൻ എല്ലാരും? ഓ ശരി, ഗ്രൂപ്പാണ്. ഈ കൂട്ടത്തിലെ കോഴി ആരാന്ന് വെച്ചപ്പോ അന്നൊരു ഇന്റർവ്യൂല് ഞാൻ കണ്ട് അത് പിൻവലിക്കുന്നു. ഇപ്പൊ മാറി. ഇപ്പൊ നന്നായി. പേടിയാ? ഇല്ല, നന്നായി. ഒരു കുടുംബജീവിതമൊക്കെ നയിച്ച്. പിന്നെ അതുപോലെ തന്നെ പെൺകുട്ടികളെ കണ്ട മുട്ട് വരയ്ക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ചോദിക്കാന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഷഹബാസും അമീനും എങ്ങനത്തെ ആളാന്നാ ചോദിക്കാൻ. മനസ്സിലായില്ലേ? എല്ലാരും ഒരേപോലെ ഡീസന്റ് എന്ന് വെച്ചാ പോലെയൊക്കെ നിക്കും. ഷഹബാസും ഞാനും അതുപോലെ അതേപോലല്ല. കുടുംബമില്ല. ഇപ്പൊ ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലന്റെ ഈ സംഭവം വരുന്നുണ്ട്. അപ്പൊ അതാണ് നിങ്ങളുടെ ആദ്യത്തെ സിനിമ. പക്ഷെ ഒരു ഫേമസ് ഡയറക്ടർ നിങ്ങളെ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത് സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാനാണെന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങൾ റിജക്റ്റും ചെയ്തിട്ടുണ്ട്. ബട്ട് വൈ, എന്തിനാണ് റിജക്ട് ചെയ്തതെന്നുള്ളതാണ്. അല്ല, നമ്മൾ ഈ സ്ക്രിപ്റ്റ് എഴുതിയുള്ള ശീലം ഇല്ല. അത് ഒരു അത്യാവശ്യം നല്ലൊരു പ്രൊഡക്ഷന്റെ പടം, അതിനകത്ത് കോമഡി വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ കോമഡി വർക്കൗട്ട് ചെയ്യാനായിട്ട് സീൻ റൈറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള ആ പരിപാടിയായിരുന്നു. സീൻസ് എന്നാലും ഡയലോഗും എല്ലാം നമ്മൾ തന്നെ ഇതാക്കണം. അത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ റീൽസ് ചെയ്യുന്നതൊക്കെ ആ അത്രയും പ്രൊഡക്ഷനിൽ പോയിട്ട് നമ്മുടെ ഈ സാധനമൊക്കെ വിളിച്ചു പാളിപ്പോയാലേ. പിന്നെ അത് അന്ന് ചെയ്യാനുള്ള ഒരു ഇതും ഇല്ലായിരുന്നു, കോൺഫിഡൻസും ഇല്ലായിരുന്നു. അപ്പൊ നമ്മൾ ഓപ്പൺ ആയിട്ട് അറിഞ്ഞുകൊണ്ട് ഒരാളെ പറ്റിക്കുന്നത് എങ്ങനെയാ, അപ്പൊ അങ്ങനെ ചെയ്തത്. അത് ശരി. അല്ല, കാരണം സിനിമയിൽ എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അപ്പൊ അല്ല, നമ്മൾ ആക്ടിങ് ചെയ്ത് പിന്നെ ഇതിന് ആക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എടുത്തൊരാരും ഇല്ലാത്തതുകൊണ്ടാണ് റീൽസ് എല്ലാം നമ്മൾ തന്നെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വേറൊരാളുടെ ഇതിൽ പോയിട്ട് നമ്മളൊരു ഡയലോഗ് ഇത് റിസ്ക്, നമ്മുടെ മനസ്സിലൊരു ഇതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചാൽ നല്ല അവസരങ്ങൾ മീൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ വരട്ടെ എന്ന്. എല്ലാവരും ഒരു കുടുംബക്കലൊക്കെ ഇവിടുന്ന് നല്ല ഡീസന്റ് അടിക്കും. എല്ലാവരോടും ചോദിക്കട്ടെ, നിങ്ങളുടെ വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ ഫുള്ള് കൗണ്ടറാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്റർവ്യൂല് നോക്കുവാണെങ്കിൽ ധ്യാനം എടുക്കത്തെ കൗണ്ടറാ. പുള്ളി എങ്ങനെ ഉണ്ടായിരുന്നു സെറ്റില്? എനിക്ക് ഒറ്റ എതിരാളി എന്ന് പുള്ളി പറഞ്ഞു. അതെ, പുള്ളിയായിട്ട് നല്ല വൈബ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇന്റർവ്യൂസ് ഒക്കെ ഇറങ്ങുമ്പോൾ കാണാം. നല്ല രസമായിരുന്നു. എന്ത് അല്ല, ഇതാണൊക്കെ തന്നെ. അതായത് പുള്ളി അറിയാലോ, നമ്മുടെ മുത്താണ്. ഒരു നടനാണ്, മീൻസ് നടനാണ്, ഒരു നടനാണ്. മറ്റേ മെറിൽ അതൊന്നുമില്ല. പുള്ളി ഭയങ്കര എന്താടാ എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ മിണ്ടും നമ്മുടെ അടുത്ത്. ആ ഇന്റർവ്യൂ കാണുന്നതിൽ ഒന്നുകൂടെ ഡൗൺ ടു എർത്താണ്. മറ്റേ ഇതല്ല, അത്രയും കംഫർട്ടാണ്. നമ്മൾ എന്തും പറയാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറെ പറഞ്ഞു. ഇനി ആളുടെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇവിടെയോ ആരെയോ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ കമന്റ്സ് വായിച്ചപ്പോഴും മനസ്സിലായി ലോലനെ പോലെ തന്നെ, ലോലന്റെ ഒരു മാനറിസംസ്, ആ സംസാരിക്കുന്ന രീതി, അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? അത് കമന്റ് കണ്ടേ ഉള്ളു. ആ ഇന്റർവ്യൂല് അങ്ങനെ സംസാരിച്ചപ്പോ തോന്നിയത്. ഞാൻ മനസ്സിൽ മറ്റേ ഭയങ്കര പൃഥ്വിരാജിനെ പോലെയൊക്കെ അതാണ് സംഭവം. ഈ ട്രെയിലറിന്റെ ലാസ്റ്റ് അമീന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, വാ
ശരിക്കും സത്യം പറഞ്ഞാൽ ആൾക്കാർ കാണുന്നില്ല. back പേരെഴുതി കാണിച്ചിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാത്. ആ വാവ് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിൽ തോന്നിയ ഒരു വാവ് മൊമെന്റ് പറയണം. ഫസ്റ്റ് നിബ്രാസ്. വാവ് അവൻ തന്നെ പറഞ്ഞു. വാവ് മൊമെന്റ് ഇൻ ലൈഫ്. അങ്ങനെ അറിഞ്ഞ അവർക്ക് അറിഞ്ഞൂടാ. സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മൊമെന്റ് കിട്ടുമല്ലോ. എന്നുവെച്ചാ വേറെ സിനിമകൾ നമ്മുടെ സിനിമയിൽ തോന്നും അല്ലേ? നമ്മുടെ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് തോന്നണം. ബാക്കി വേറെ സിനിമ അല്ല കാണുമ്പോ അങ്ങനെ അല്ലാതെ വേറെ നമ്മള് വേറെ സിനിമകൾ കാണത്തില്ലേ, അപ്പൊ അതിനകത്ത് ഒരു വാവ് മൊമെന്റ് ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ വാവ് നമ്മളെ കാണുമ്പോഴല്ല സിനിമ കാണുമ്പോൾ ഓ വാവ് നല്ല സിനിമ. ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ഓർത്തെടുക്കാനൊന്നും പറ്റുന്നില്ല. ഓക്കെ ഷഹബാസ്. ടെൻഷനായി. ഞങ്ങളെ കണ്ട മൊമെന്റ് അതൊരു ഇല്ല ഇല്ല അതുണ്ടാകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അല്ലേ ആണാണ് അമീൻ ഞാനിടയിൽ നിന്ന് വന്ന വിപിൻ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, വിപിൻ ദാസ്. അപ്പോൾ അടുത്ത സിനിമയുടെ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പം പുള്ളിയെ ഫസ്റ്റ് വിളിക്കണേ. അപ്പം അത് നോക്കുമ്പോൾ കൊള്ളാം. വാവ്. എന്നെ ഇതാണ് തന്നെ ഫസ്റ്റ് പാടാ ഇത് ഡിക്റ്റേറ്റ് ഫസ്റ്റ് എൻ്റെ ആയിരുന്നു ഷോട്ട്. നമ്മൾ 4 പേരിൽ എൻ്റെ ആയിരുന്നു എടുത്തത്. അപ്പം ചെന്നിട്ട് ആ ഒരു ഷോട്ട് കറക്റ്റ് കിട്ടി, എന്തോ ഭാഗത്തിന് കിട്ടി. വലിയ ഡയലോഗും പരിപാടിയൊന്നുമില്ല, ആക്ടിവിറ്റി പരിപാടിയായിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ രാവിലെ ഏട്ടനൊക്കെ കൊള്ളാടാ എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് അടിച്ച്. പിന്നെ ആദ്യമായിട്ട് ഒരാൾ സെൽഫി എടുക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മളെല്ലാം വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങി സെൽഫി എടുക്കാൻ വന്നപ്പോഴത്തേക്കും ആ മൊമെന്റ് എന്തായിരുന്നു? ആദ്യമായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞു അതിങ്ങനെയായിരുന്നു. ഇതൊക്കെ കാണുന്ന ഇനി ഇങ്ങനെ വേണ്ടായിരുന്നു പറയാൻ പറ്റില്ല. അത് പുറത്തൊക്കെ മറ്റേ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ അലമ്പ് പരിപാടിയല്ലേ. ഇപ്പം നമ്മളിങ്ങനെ ഒതുക്കി കളഞ്ഞു. ഓ ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല അല്ലെ പുറത്തിറങ്ങിയ. അല്ലെങ്കിൽ അല്ല അങ്ങനല്ല, മറ്റേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് അത്ര നല്ല രീതിയിൽ കറങ്ങുണ്ടെങ്കിലും ഇവന്മാർ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ള രീതി ഇങ്ങനെ നോക്കിയെങ്കിലും അപ്പൊ നമുക്ക് മറ്റേത് എങ്ങനെയാലും കയ്യിലൊക്കെ മടക്കി കുത്തി ഇങ്ങനെയൊക്കെ നിൽക്കും. ഇപ്പൊ നമ്മളെ നോക്കുമ്പോ ആരെങ്കിലും ഒരാളെ ഇങ്ങനെയൊക്കെ ചിലവരൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഇങ്ങനെ നോക്കുന്ന പത്രത്തിൽ കണ്ടാണ് കഞ്ചാവേസിന് ബൈക്കിലൊക്കെ പോകുമ്പോ ഇങ്ങനെ അങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. മറ്റേ അപ്പൊ തന്നെ ഇതുണ്ട്. പിന്നെ വേറൊരു കോമഡി അളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ട്. 2 പേര് നടന്നു വരുവാണെങ്കിൽ ബ്രോ വീഡിയോ ചെയ്യുന്നില്ലേ ഇങ്ങനെ പറയും. അവൻ ഭയങ്കര ഇത് ആ പുള്ളിക്കാരൻ അല്ലല്ല സൂപ്പർ വീഡിയോ ആയിട്ട് അടിപൊളിയാന്ന്. അവിടം വരെ ഓക്കെ നമ്മള് സന്തോഷം. പെട്ടെന്ന് ഇപ്പുറത്തിരിക്കുന്നത് നിനക്കറിഞ്ഞൂടെ ഇല്ല. പെട്ടെന്ന് വീണ്ടും ഇടാ മറ്റേ വീഡിയോ. ഏത് വീഡിയോ? എന്നിട്ട് സെൽഫി എടുക്കാൻ നിൽക്കുമ്പോഴും ഇങ്ങനെ നിന്നിട്ട് അപ്പൊ നമ്മള് മനസ്സിലാക്കി എന്തിനാ ഈ പുള്ളിക്ക് അറിഞ്ഞൂടാ. ഓക്കെ പിന്നെ ആ പുള്ളി എടുത്ത് പറഞ്ഞ് നമ്മളെ ഇതാക്കി നിർത്തി അപമാനിച്ചതൊക്കെ ഉണ്ട്. അപമാനമേ കിട്ടാറുള്ളൂ. നിങ്ങളുടെ കണ്ടന്റിൽ ഭയങ്കര കോമൺ ആണ് ഈ വാപ്പ മോൻ കണ്ടന്റ്സ്. ഭയങ്കര കോമൺ ആണ്. ഇത് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും വാപ്പ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ വീട്ടിൽ പോയി ഓരോ വാപ്പമാരെ ഇങ്ങനെ നോക്കും. അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ. നമുക്ക് ഒരു വീഡിയോ ഉണ്ട്, എന്റെ വാപ്പ അവിടുത്തെ കൗൺസിലറാണ്. അപ്പൊ പുള്ളിയെ ഊക്കിക്കൊണ്ടിറങ്ങിയ വീഡിയോ. അത് കണ്ടിട്ട് എന്താ എന്ത് പറയാ, അത് അവിടുത്തെ മറ്റേ കോർപ്പറേഷന് മൊത്തം വീഡിയോ എല്ലാരും കണ്ടു. പുള്ളി മറ്റേ വരുമാന മാർഗമല്ലേ നടക്കട്ടെ. നിങ്ങളുടെ ഒറ്റ ഒരു ചോദ്യം കൂടെ, അതിന് നമുക്കൊരു സെഗ്മെന്റിലേക്ക് പോവാം. നിങ്ങൾ സ്കൂൾ ലൈഫ് കോളേജ് ലൈഫിലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓടി വരുന്ന ഒരു മെമ്മറി എന്താ? ഓടുമായിരുന്നു. അപ്പൊ അത് നല്ല രസമായിരുന്നു. എന്റെ പരിപാടിക്ക് മാത്രം ഭയങ്കര ആളാ. പോയി കോളേജിലോ കോളേജിലോ സ്കൂളിലോ എന്തെങ്കിലും ഓടി വരുന്ന ഓർമ്മ. ഗൾഫിൽ പഠിക്കാൻ നേരം അങ്ങനെ എന്തായാലും അവിടെ അല്ല അതുണ്ടല്ലോ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരിലുള്ള പ്രതികരണം കോളേജില് മിണ്ടാൻ തുടങ്ങി. അവൻ്റെ അടുത്ത് ചോദിക്കാനൊക്കെ തുടങ്ങി. വീഡിയോസ് കൊള്ളാടാ പരിപാടി എന്നൊക്കെ പറഞ്ഞു. അടിപൊളി. ഗൾഫിൽ എവിടെയായിരുന്നു ബ്രോ? ഗൾഫിൽ എവിടെയായിരുന്നു? ദുബായ്.
ബിസിനസ്സിലായിരുന്നോ? ആ നൈസ്. ഞാൻ അതേലായിരുന്നു, നേതാ ഷാർജയിലായിരുന്നു. നീ അവരായി വീട് നമുക്കൊരു ചായ കുടിച്ചു. ഓക്കെ, അമീൻ മെമ്മറി അതായിരിക്കും വെള്ളംകളി. എന്താ ഒരു കോൽക്കളിയല്ല വെള്ളംകളിയല്ല, വെള്ളംകളിയുടെ അഭിനയം. അത് ഞാൻ പറഞ്ഞുതരാം. അളിയെ രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഇവൻ ഭയങ്കര കോൺഫിഡൻസ് എല്ലാ പരിപാടിക്കും. പണ്ട് കോളേജിൽ ഒരുമിച്ചായിരുന്നു? അല്ല സ്കൂള് ഇത് 2ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ച ഒരു 7ാം ക്ലാസ് 6ല് വള്ളംകളിയുടെ, അതായത് ഒന്നുമില്ല, ഈ കുട്ടനാടൻ മുഞ്ചിൽ ആ പാട്ടിട്ടിട്ട് തുഴയുന്നൊരു പരിപാടിയാ. അപ്പൊ ഇവൻ ടീച്ചറിന്റെ അടുത്തൊക്കെ ക്ലാസ്സിന് ഇരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് വള്ളംകളി ഉണ്ടെന്ന്, പ്രാക്ടീസ് ഉണ്ടെന്ന് വള്ളംകളി. അപ്പൊ ടീച്ചർ ആ പോട്ട് നമ്മുടെ സ്കൂളിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ 1 മാസം രാവിലെ വരും. ഇവനെല്ലാം ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ ആ സമയത്ത് ഭയങ്കര മടിയാ, അതായത് മടി മീൻസ് പേടിയാ, കോൺഫിഡൻസ് ഇല്ല. ഇവന് ഫുൾ കോൺഫിഡൻസാ. ഇവൻ വരും, ബാഗ് അങ്ങോട്ട് ഇട്ടിട്ട് ഞാൻ പോയി വള്ളംകളി പ്രാക്ടീസ്. ഉച്ചയ്ക്ക് പോയാൽ ഇവ രാവിലെ വന്നത് ഇതിന് പോവാനാ. ചോറ് മാത്രമേ ഉള്ളൂ ബാഗിൽ. ഇത് ഞാൻ പോയി ഇവൻ എന്തോ വലിയ പരിപാടിയാണ്. ഞാനിത് കാണാൻ പോയി, ഇവന്റെ കാണാൻ വേണ്ടി മാത്രം പോയിരുന്ന് പരിപാടി തുടങ്ങിയിട്ട് 4 മിനിറ്റ് കളി. ഇത് മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ. എല്ലാവർക്കും അതേ ഉള്ളൂ. ഒരുത്തൻ മാത്രമേ വേറെ സ്റ്റെപ്പ് ഉണ്ട് അവന് പറഞ്ഞിട്ട്, ഇവൻ അതും ഇല്ല. അപ്പൊ ഇത് പഠിക്കാനാണ് ഇവ 1 മാസമായിട്ട് ഞാൻ ഇതണക്ക് മിമിക്രി ചെയ്യുമായിരുന്നു ചെറുതായിട്ട്. അപ്പൊ ഇതണക്ക് പ്രമോദ് സാർ എന്ന് പറഞ്ഞ ഒരു സാറുണ്ട്. പുള്ളി ക്ലാസ്സിൽ ഇതണക്ക് പുള്ളി ഒന്ന് ചെയ്ത് കാണിച്ച്. ഇതെങ്ങനെയോ ടോക്കായിട്ട് സ്റ്റാഫ് റൂമിലെത്തി. പിന്നെ ടീച്ചർമാര് വന്നിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് എന്നെ ചെയ് അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവർക്കും കാണാൻ ഒരു രസം. അങ്ങനെ മിസ്സുണ്ട്, ഇത് ഞാനൊന്നും അല്ലത്. അങ്ങനെ ഈ പ്രമോദ് സാർ എന്നെ കലോത്സവത്തില് ചേരെന്ന് പറഞ്ഞ് എന്നെ ചേർത്ത് 9ാം ക്ലാസ്സിൽ. അതില് ജില്ലയില് ഫസ്റ്റ് ഉണ്ടായിരുന്നു മിമിക്രിക്ക്. അതാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഇതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ടീച്ചർ, എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു ക്ലാസ് ഇങ്ങനല്ലെന്ന്. അങ്ങനെ പറഞ്ഞല്ലേ? ഇവിടെ കുറച്ച് ഒരു കുട്ടി എല്ലാരും ഇമിറ്റേറ്റ് ചെയ്ത പോലെ ഞങ്ങൾ കണ്ടു. അതൊന്നും സമ്മതിക്കുന്നു. അതൊക്കെ മോശമായി പോയല്ലോ. ഇപ്പോഴുണ്ടോ അത്? എനിക്കറിയില്ല, ആ സ്കൂളൊക്കെ ഞാൻ വിട്ടല്ല. അപ്പൊ ബാക്കിയുള്ളവര് ഇവിടെ ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെഗ്മെന്റിലേക്ക് പോകും. അപ്പൊ അടുത്ത് നമ്മള് കളിക്കാൻ പോണ കളിയുടെ പേരാണ് കള്ളനും പോലീസും. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനാണല്ലോ, അപ്പൊ നമ്മള് ഒരു ഡിറ്റക്റ്റീവ് പരിപാടി നമ്മളെല്ലാരും ഉണ്ട്. ഇതിടുന്നു, നിങ്ങൾ ഓരോന്ന് എടുക്കുന്നു. സിമ്പിൾ, നമ്മുടെ സാധാ കള്ളനും പോലീസ് ആണോ കള്ളനെ കണ്ടുപിടിക്കും. സെറ്റ്, സ്റ്റാർട്ട് ചെയ്യാം. അല്ലല്ലേ? ഇതൊക്കെ ഇഷ്ടമാണ്, കള്ളനും പോലീസ്, ഈർക്കിലൊക്കെ, അതൊക്കെ ഇഷ്ടം. എങ്ങനെ എടുത്തത് എനിക്ക് ഇനി തുറക്കല്ലേ? രാജാവ് മതി. കാണിക്കരുത്. ഓക്കെ, എടുത്തോടാ. നമ്മളുണ്ട്. തുറന്ന പോലീസ് ആരാന്ന് വെച്ചാൽ കൈ പൊക്കിക്കോട്ടാ. പ്രശ്നം ഞാനാവല്ലേട്ടാ, നോക്കട്ടെ. കണ്ടിട്ട് നമ്മള് വേണോ ഇതില്? ഇവരെ കൊണ്ട് തന്നെ കളിപ്പിച്ചാലോ? പിന്നെ ഇത്രയും പേപ്പർ ചുരുട്ടിട്ട് കള്ള ലക്ഷണമുള്ള ഒരു മുഖത്തൊക്കെ എക്സ്പ്രസ് കിട്ടോടാ. എല്ലാരും കള്ളനാന്നുള്ള എക്സ്പ്രസ് കിട്ടും. ഷബസ് മുഖത്തേക്കേ നോക്കള്ള. അതേ നിന്ന് തൂക്കുന്നില്ല. അവിടെ പോലീസായിട്ട് അവിടെ അന്വേഷിക്കുന്നത് ഞാൻ മലപ്പുറം. നിങ്ങളല്ലല്ലേ? അവരോട് പോയി. നമ്മളും അല്ലെന്നാ ഞാൻ പറയാൻ അങ്ങേരാ. അതാ ചോദിച്ചു, ഇത് കഴിഞ്ഞ എന്തെങ്കിലും ഞാൻ ചോദിച്ചാ അവർക്ക് ഞങ്ങൾ ഇങ്ങനെ കണ്ടിറക്കി കാണിച്ചാൽ ഓരോരുത്തർ ഔട്ടാവും. ഈ 2 ഉറപ്പാ, ഈ 2 ഇവിടെ നിങ്ങൾ ഭയങ്കര ആക്ടിങ് ആണോ? അല്ലല്ല, ഞാൻ വിശ്വസിക്കാണ്. ഞാനല്ല. ദുഃഖിക്കും.
ഉറപ്പ് നീ അല്ല. ദുബായിക്ക് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. അയ്യോ എനിക്ക് ടെൻഷനായി. അതല്ലടാ ഇത്രയും നേരം ചാടി എന്താ ഷെഹു പെട്ടെന്നൊരു അഭിനയം. ഓക്കെ ഓക്കെ കണ്ടുപിടി. രാഹുല്. കൂട്ടത്തിലെ കള്ളനാരടാ. യു കള്ളൻ. ഞാൻ ആദ്യമേ ചോദിച്ചതാ. ഭൂട്ടാനല്ല ബടൻ. ഏത് പടനെ രണ്ട് ഇട്ടാണ് അടിയ രാജി അതല്ല സംഭവേ ഇവന് കത്തിൽ ഇതെന്തോ ഇത് ഏത് ഭാഷയാണ്? ഞാൻ ഇത് കാണിച്ചു കൊടുത്തേ ഇങ്ങനെ എഴുതുന്നു. എങ്ങനെ കാണിച്ചെടുത്തേടാ ബടന് രണ്ട് ഇട്ട ഇല്ല. അത് ബൂട്ട് മണ്ഡലം എഴുതിയാലും എഴുതിയത് ഞാനാണ്. നല്ല രീതി ഷഫ്ലി. ഷഫിൾ ചെയ്യാം. ഓക്കെ അത് ഷേക്കൊന്നും ആവശ്യമില്ല ചുമ്മാ ഷേക്ക് ചെയ്ത് സർ. ആ ഭൂട്ടാനെ എന്തത് പോലീസായിരിക്കും. കള്ളൻ കള്ളൻ. ഓക്കെ പുള്ളിക്കാരി ഇല്ല ഞാനല്ല പോലീസാ ആ പോലീസ് കണ്ടുപിടിടാ. നമ്മൾ സ്ഥിരം കണ്ടുപിടിക്കാനാണ് മറ്റേ കള്ളന്മാരെപ്പോഴും ഫുൾ കോൺഫിഡൻസ് അതാണ് നേരത്തെ ഫുൾ കോൺഫിഡൻസ് ആയിരിക്കും. കള്ളന്മാരങ്ങനെ പറയില്ല ഇവരാണ് കള്ളനെന്ന്. സത്യം. ഭയങ്കര അഭിനയം കേട്ടോ. ഒറിജിനൽ അഭിനയിക്കാനാ പാട്. ഒരു പോലീസിന് കൊടുക്കരുതല്ലേ? ഇല്ല അതൊന്നും മടക്ക് വെക്കുന്നുണ്ട്. പ്രാവശ്യം അങ്ങനെ ആക്കി പോലീസിൽ നിന്ന് ഊരിയത് അതാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ പെട്ടെന്ന് പറഞ്ഞു. ഇല്ല നിബ്രസ് രാജാവാ അല്ലേ? പിന്നെ എന്നും ഇല്ല അത് മുഖത്ത് അമീൻ ഒരു ഐ കോണ്ടാക്ട് ഇല്ല. അതിനർത്ഥം അമീനാണെന്നാ. നേരത്തെ നല്ല ഐ കോണ്ടാക്ട് ഇല്ല അപ്പോഴും കോണ്ടാക്ട് ഇല്ലായിരുന്നു. ആരെ കണ്ടില്ല നോക്കട്ടെ. ആരാ നോക്കണ്ടത്? ഞങ്ങളല്ലടാ. ഞാൻ തന്നെയുള്ള ഞാൻ രാജാവായിരുന്നു. തോഴി അത് വേറെ. ഓക്കെ ഇത് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് സെഗ്മെന്റ്. അതിന്റെ പേരാണ് ലൈ ഓർ ട്രൂ. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ട്രൂത്ത് ഓർ ഡെയർ ഇല്ല. ഇത് വേറെ. പക്ഷേ ഇത് ഈസിയാണ്. ട്രൂത്ത് ഓർ ഡെയർ കളിക്കണം. വേണ്ട. അതായത് രണ്ട് കാര്യങ്ങൾ പറയണം. അതിൽ ഒരെണ്ണം സത്യമായിരിക്കണം, ഒരെണ്ണം നുണയായിരിക്കണം. അതിൽ സത്യം ഏതാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ കള്ളം ഏതാന്ന് കണ്ടുപിടിക്കണം. എന്നാ നോണ കണ്ടുപിടിക്കുക. എന്താ ഇപ്പം കണ്ടുപിടിക്കുന്നത്? നീ രണ്ട് കാര്യം പറ. രണ്ടാമത്തെ ഭാഷകാരനാന്ന് പറഞ്ഞു. ആദ്യത്തെ കാര്യം ഞാൻ സിംഗിളാണ്. ഇത് ഇതീ കൂടെ പെണ്ണിനെ ഒപ്പിക്കാനുള്ള ആദ്യം പറഞ്ഞു. നമ്മളപ്പോഴേ അത് കള്ളം. ഇത് കട്ടെ. ആ ഓക്കെ ഒന്ന് സിംഗിള്. ഞാൻ എല്ലാവർക്കും വാല്യൂ കൊടുക്കുന്നവരാ. അപ്പൊ ഇതിലൊരെണ്ണം നോണയാ. ഇതിലൊരെണ്ണം നോണ. സിംഗിള് കള്ളം. സിംഗിള് അല്ല അയ്യോ അല്ല അല്ല സിംഗിള് സത്യം. കമ്മിറ്റഡ് ആണ്. അതാണ് വരേണ്ടത്. നമ്മൾ വാല്യൂ കൊടുക്കുന്ന ആളാന്ന് ഇവരെ പറയണം. ഇവൻ വാല്യൂ കൊടുക്കുന്ന ആളാന്ന് പറയാനായിട്ടാണ് സിംഗിളിന്റെ അവിടെ കമ്മിറ്റഡ് ആണ് പറയുന്നത്. അത് ഞാൻ കമ്മിറ്റഡ് ആണ്. ഞാൻ പിന്നെ എല്ലാവർക്കും വാല്യൂ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ മനസ്സിലായില്ലടാ ഓൾറെഡി. കള്ളമാണ്. ഒന്ന് സത്യം ഒന്ന് കള്ളം. അല്ല അവൻ സിംഗിളാന്നല്ലോ. അല്ലല്ല കമ്മിറ്റഡ് ആക്കി. രണ്ടാമത്തത് അവൻ തരുന്നുണ്ട് ഇടയ്ക്കൊക്കെ. വില നീ എനിക്ക് വില ഓക്കെ അപ്പൊ അടുത്തത് നിബ്രാസ്. അവിടെ ഓക്കെ അടുത്തത് ഞാൻ ആലോചിക്കട്ടെ. പറയാ കൂടെ
ഞാൻ പാവമാണ്. ഞാൻ ഒന്നിനും അങ്ങനെ പൊട്ടിത്തെറിക്കാറില്ല. ദേഷ്യം അങ്ങനെ അപ്പൊ അടുത്തത് ഞങ്ങൾക്ക് പറഞ്ഞോളാൻ വയ്യ. സിംഗിളാണ്. പറഞ്ഞത് പറയാൻ പറ്റില്ല. കുഴപ്പമില്ലല്ലേ? അപ്പൊ ഒന്നിനും ദേഷ്യപ്പെടാറില്ല, സിംഗിളാണ്. രണ്ട് സത്യം എന്നാലും സിംഗിൾ ആണ്. അതാണ് മെയിൻ ആയിട്ട്. അതാണ് സത്യം. ആ സിംഗിൾ. ഓക്കെ. നിഹാൽ. ഞാൻ ഭയങ്കര കാശുകാരന്. രണ്ടാമത്തെ കാര്യം ഞാൻ വെറും പാമ്പ് പിടിച്ചവന്. രണ്ടാമത്തെ കാശുകാരൻ സത്യം. അത് കള്ളം. സ്വന്തമായിട്ട് ഫോർച്യൂണർ. അത് വ്യാപാരാണ്. ഈ ലോണില് പോകുന്നത് പറയണ്ടായിരുന്നു. കാശുകാരൻ സത്യം, മറ്റേത് കള്ളം. പാവം തിരിച്ചാട്ടെ. സത്യങ്ങൾ പറയാം. ഉജ്ജ്വലൻ മോശപ്പെടാ. ചുമ്മാ ഇത് മാത്രം കട്ട് ചെയ്ത് ഇറങ്ങിക്കളയും. എടാ അപ്പൊ നീ അത് കള്ളമെന്ന് പറയാ. നമുക്കൊരു വിശ്വാസമുണ്ട്. അടുത്ത പറയല്ലേ അത് കണ്ടിന്യൂ ചെയ്യോ? അല്ല ഇനി അടുത്ത കാര്യം പറയാം. ഇതിൽ ഏതെങ്കിലും ഓർമ്മയായിരിക്കും സത്യം. അതന്നെ മോശപ്പെടാ. മോശപ്പെടാണ്. ഞാൻ ഒരു സുന്ദരന്. രണ്ട് കള്ളം പറഞ്ഞു. സത്യം ഞാൻ സുന്ദരൻ. ഇതാണ് എനിക്ക് കൺഫ്യൂഷനായി പോയത്. ഉടനെ ആദ്യം വേണ്ടത് സെൽഫ് ലവ്. അല്ല അപ്പൊ നമുക്ക് പറയാലോ. ഒരു നുണ രണ്ടാമത്തത് ഓക്കെ സുന്ദരനാണ്. പടം മോശം. പടം അങ്ങനെ പടം നല്ലതായിരിക്കും. കള്ളൊന്നും അല്ല. സുന്ദരനാണ്. ഇപ്പൊ കാനഡയിൽ പോയി ഇൻസിഡന്റ് പറഞ്ഞല്ലോ. അതങ്ങ് വീട്. കടവും ഞാൻ വീട്ടിൽ അതെ കടവും വീട്ടിൽ ഞാൻ. അതിന്റെ പേര് നല്ല സാധനം ഉണ്ട് പുറകെ. അതായത് അത് ഇപ്പൊ സപ്പോസ് കാനഡയിൽ പോയായിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു മൊമെന്റിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ലൈഫിൽ എന്തെങ്കിലും ഒരു സാധനം ഇങ്ങനെ ഓ അത് പോയത് നന്നായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതല്ലേ സാധനം. അവള് പോയത് നന്നായി. അവള് പോയി ശരിക്കും. ഇപ്പൊ രണ്ടുപേരും കണക്കില് സീരിയസ് രണ്ട്. എന്റെ കാര്യമാവും അത് ഇന്ന കാര്യമൊന്നുമില്ല. അവളുമാര് പോയത് നന്നായി അങ്ങനെ പറയണം. ഏതാ ഇല്ല അവക്ക് നന്നായി. ഇല്ല അങ്ങനെ പോയത് നന്നായി എന്ന് പറയാനുള്ള എല്ലാം പോവുക. ഇല്ല അങ്ങനെ പോയത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ഈ കേസ് പറയുകയാണെങ്കിൽ കിട്ടിയില്ല. എവിടെ പക്ഷെ എനിക്ക് തോന്നുന്നു ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കി ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനിയൊന്ന് ട്രൈ ചെയ്ത് നോക്കി ചിലപ്പോ കിട്ടാൻ ചാൻസ് ഉണ്ട്. അവൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവൻ ഇനി പോകുന്നില്ല. ഒരു 2 ലക്ഷം രൂപ ഇപ്പോഴും കളഞ്ഞിട്ടിരിക്കുക. 2 ലക്ഷം രൂപ ഡബിളിങ്ങിന് കോഴിക്കോട് എടുത്തിട്ട് അത് അവൻ പറയുന്നത് ഇവൻ പോയത് നന്നായി. 2 ലക്ഷം രൂപ എടുത്താൽ 4 ലക്ഷം ആക്കി തിരിച്ചു തരാൻ അവൻ 2 ലക്ഷം രൂപ കൊടുത്തു. ഓരോരോ തട്ടിപ്പേ അയ്യോ ശരിക്കും ഓരോരോ തട്ടിപ്പ് നടത്തി കൊടുത്താ. കണ്ടന്റ് ക്രിയേഷനിൽ നിങ്ങൾ കിടിലൻ. ഇനി ആക്ടിംഗ് കരിയറിൽ നിങ്ങളുടെ അടുത്ത പ്രൊജക്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ കരിയറിലും ബോക്സ് ഓഫീസിലും ഉജ്ജ്വലനാവട്ടെ. കാണാൻ എല്ലാവരും ഉറപ്പായിട്ടും കാണും. Okay, thank you guys. Thank you for coming to Club. Thank you so much.